1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. കേരള വന ഗവേഷണ കേന്ദ്രത്തിന് കീഴിലുള്ള നിലമ്പൂരിലെ പ്രശസ്തമായ തേക്ക് മ്യൂസിയം ഹരിത ടൂറിസം കേന്ദ്രമായി കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പ്രഖ്യാപിച്ചു. കേരളത്തെ മാതൃകാപരമായ സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് സർക്കാർ പ്രഖ്യാപിച്ച മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ വഴി സംസ്ഥാനത്തെ മുഴുവൻ ടൂറിസം കേന്ദ്രങ്ങളെയും ഹരിത ടൂറിസം കേന്ദ്രങ്ങളാക്കുന്നതിന്റെ ഭാഗമായാണ് പ്രഖ്യാപനം. ശലഭോദ്യാനം, ഔഷധോദ്യാനം, പച്ചത്തുരുത്ത്, കൃത്യമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ തുടങ്ങിയവ ഒരുക്കിയാണ് ഹരിത കേരളം മിഷന്റെ സഹകരണത്തോടെ KFRI തേക്ക് മ്യൂസിയം ഗ്രീൻ ഡെസ്റ്റിനേഷൻ ആക്കിയത്. മാലിന്യ സംസ്കരണ രംഗത്ത് പൊതുജനത്തിന്റെ മനോഭാവം മാറ്റാൻ കഴിഞ്ഞുവെന്നത് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്ന ഊർജിത നടപടികളുടെ നേട്ടമാണെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി വലിയ മാറ്റങ്ങളാണ് കേരളത്തിലുണ്ടായത്. അടുത്ത കാലം വരെ നമ്മുടെ പൊതുനിരത്തുകളും ജലാശയങ്ങളും മാലിന്യം കുമിഞ്ഞുകൂടിയ നിലയിലായിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നടത്തിയ ആസൂത്രിതമായ നടപടികളിലൂടെ നാടിനെ മാലിന്യമുക്തമാക്കാൻ കഴിഞ്ഞു. അതിന്റെ സമ്പൂർണ്ണ പ്രഖ്യാപനം ഉടൻ നടക്കാൻ പോകുകയാണ്. വിദേശ മാതൃകയിൽ കേരളത്തെ വൃത്തിയുള്ള വലിച്ചെറിയൽ മുക്ത സംസ്ഥാനമാക്കുകയാണ് സർക്കാർ ലക്ഷ്യം. മാലിന്യങ്ങൾ തള്ളുന്നവരോട് ജനങ്ങൾ പ്രതികരിക്കാനും അവരെ സംസ്കാരശൂന്യരും സാമൂഹ്യവിരുദ്ധരുമായി കാണാനും തയ്യാറാവുന്നു എന്നത് പൊതുസമൂഹത്തിന്റെ മനോഭാവത്തിൽ വന്ന വലിയ മാറ്റമാണ്. മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞാൽ പിടിവീഴുന്ന തരത്തിലുള്ള ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങിയതും സർക്കാർ സ്വീകരിച്ച ഉറച്ച നിലപാടിന്റെ ഭാഗമാണെന്ന് മന്ത്രി പറഞ്ഞു. തെരുവിന്റെ ഇരുഭാഗങ്ങളിലും വലിയ തോതിലുള്ള മാലിന്യം സംഭരിച്ചു ഉപേക്ഷിച്ചതായി തന്നെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഇന്ന് സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വലിയ തോതിലുള്ള പ്രവർത്തനം ഇന്ന് കേരളത്തെ മാലിന്യമുക്തമാക്കാൻ വലിയ തോതിൽ സഹായിച്ചു എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ ഓർമ്മിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങൾക്കായി ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നത് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളാണ്. നിലമ്പൂരിലെ കണക്ക് തന്നെ എടുത്താൽ എനിക്ക് തോന്നുന്നു ഈ കൗൺസിൽ അധികാരത്തിൽ വരുമ്പോൾ 6 ഹരിതകർമ്മ സേനാ പ്രവർത്തകർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് ആ പ്രവർത്തകരുടെ എണ്ണം എനിക്ക് തോന്നുന്നു 1000 ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. ഏകദേശം 50-ലധികം 77 ഹരിതകർമ്മ സേനാംഗങ്ങളിൽ നിന്ന് നിലമ്പൂരിൽ. നഗരസഭയുടെ നേതൃത്വത്തിൽ ഹരിത വിദ്യാലയങ്ങളായി തിരഞ്ഞെടുത്ത സ്കൂളുകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു. ഫെബ്രുവരി 28-നകം നഗരസഭയിലെ എല്ലാ വിദ്യാലയങ്ങളിലെയും എല്ലാ ക്ലാസ് മുറികളും ഹരിത ക്ലാസ് മുറികളാക്കുകയും ഹരിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിക്കുകയും ചെയ്യും. എല്ലാ അയൽക്കൂട്ടങ്ങളും ഹരിതയിൽ അയൽക്കൂട്ടങ്ങളായി പ്രഖ്യാപിക്കും. മാർച്ച് 31-നകം എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും ഹരിത സ്ഥാപനങ്ങളാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നഗരസഭയിൽ ആരംഭിച്ചിട്ടുണ്ട്. പരിപാടിയിൽ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം അധ്യക്ഷത വഹിച്ചു. പീച്ചിയിലെ കേരള വന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ കണ്ണൻ CS വാര്യർ, ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജിതിൻ TVS, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, സ്ഥിരസമിതി അധ്യക്ഷരായ കക്കാടം റഹീം, PM ബഷീർ, UK ബിന്ദു, സ്കറിയാക്ന തോപ്പിൽ, ഷൈജി, കേരള വനം ഗവേഷണ കേന്ദ്രം നിലമ്പൂർ സബ് സെന്റർ ശാസ്ത്രജ്ഞൻ ഡോക്ടർ EE മല്ലികാർജുന സ്വാമി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.